പത്തനംതിട്ടയിലുള്ള അടൂർ നഗരസഭയിലെ കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അവിടുത്തെ 3 ടേം വ്യവസ്ഥയാണ് നമ്മൾ കണ്ടിരുന്നത്. പത്തനംതിട്ട നഗരസഭയിലേക്ക് എത്തുമ്പോൾ അവിടെ 7ാമത്തെ അധ്യക്ഷയായി കോൺഗ്രസിലെ സിന്ധു അനിലാണ് സ്ഥാനമേറ്റത്. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ 17 വോട്ട് നേടിയാണ് സിന്ധു അനിൽ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പത്തനംതിട്ട നഗരസഭയുടെ 7ാമത്തെ ചെയർപേഴ്സണായി UDFിന്റെ സ്ഥാനാർത്ഥി കൂടിയായ സിന്ധു അനിൽ ഇപ്പോൾ സ്ഥാനമേറ്റിരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസിനോട് പത്തനംതിട്ട നഗരത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളും മറ്റ് കഴിഞ്ഞ കാലങ്ങളിൽ UDF കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച ഉണ്ടാകും. ആദ്യമേ തന്നെ എന്നെ ഈ എത്തിച്ച എൻ്റെ പാർട്ടിയോടുള്ള നന്ദി അറിയിക്കുകയാണ്. എനിക്ക് പാർട്ടി ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണ് തന്നിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം നല്ല രീതിയിൽ നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ കടമ. സിന്ധുവിന്റെ ഹസ്ബൻഡ് നേരത്തെ പാർട്ടിയുമായും നമ്മുടെ ഇവിടെ കൗൺസിൽ അംഗമായിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മകളും അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രവർത്തിച്ച പാർട്ടിയുമായിട്ടൊക്കെ എങ്ങനെയാണ് തുടർന്ന് മുന്നോട്ട് പോകുന്നത്? പാർട്ടിയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം കഴിച്ചാൽ പാർട്ടിയുടെ തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഈ ചെയർപേഴ്സൺ സ്ഥാനം കിട്ടാൻ താമസിച്ചോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. കിട്ടേണ്ട സമയത്ത് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെയാണ് ശബരിമലയുടെ ഇടത്താവളം, പിന്നെ സ്റ്റേഡിയം തുടങ്ങി, പിന്നെ നഗരത്തിന്റെ വൈദ്യുതീകരണം തുടങ്ങി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം എങ്ങനെയൊക്കെയാണ് സമയബന്ധിതമായി? ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളെല്ലാം കൂട്ടായ തീരുമാനമെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ആദ്യം എനിക്ക് പറയാനുള്ളത് കുടിവെള്ളക്ഷാമമുണ്ട്. അതിന് കുടിവെള്ളക്ഷാമത്തിന് ആദ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ പോയി കിടക്കുകയാണ്. അതിനുവേണ്ട നടപടികൾ ഉടനെ തന്നെ സ്വീകരിച്ചുകൊണ്ട് നഗരത്തെ പ്രകാശപൂരിതമാക്കും, വാർഡുകളെ പ്രകാശപൂരിതമാക്കി കൊണ്ടുപോകും. ഇനിയെല്ലാം രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനമാണല്ലോ. ഇലക്ഷൻ കഴിഞ്ഞ് ചെയർപേഴ്സൺ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ആ വാർഡിൽ നിന്നും ജയിച്ച വോട്ടർമാരോടുള്ള ഒരു നന്ദി. എൻ്റെ വോട്ടർമാർ എന്നെ കൈവെള്ളയിൽ താങ്ങി എന്നെ ഇത്രയും 214 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചതാണ്. അവർക്ക് വേണ്ട എൻ്റെ വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നതാണ്. അങ്ങനെ ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് സിന്ധു അനിൽ പത്തനംതിട്ട നഗരസഭയുടെ 7ാമത്തെ ചെയർപേഴ്സണായി UDFിന്റെ ഭരണസാഹിത്യം നഷ്ടപ്പെട്ടു പോയ UDFിന്റെ ഭരണസാഹിത്യം ഇവിടെ വീണ്ടും പത്തനംതിട്ട നഗരസഭയിൽ തിരിച്ച് ഏൽപ്പിച്ചുകൊണ്ടാണ് ഇനി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. രാവിലെ തന്നെ വിവിധ അംഗങ്ങൾ, അതായത് UDFിന്റെ 17 അംഗങ്ങൾ സിന്ധു അനിൽ വോട്ട് ചെയ്തപ്പോൾ LDFിന്റെ 13 അംഗങ്ങളാണ് അമ്മിണി ടീച്ചർക്ക് ഉണ്ടായിരുന്നത്. 3 അംഗങ്ങൾ വോട്ടിൽ നിന്നും വിട്ടുമാറി നിന്നും. ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നഗരസഭ വൈസ് ചെയർമാന്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.